മലപ്പുറം ജില്ലയിൽ വ്യാജ കുടിവെള്ള നിർമ്മാണം വ്യാപകം. സോഡ നിർമ്മാണ യൂണിറ്റുകളുടെയും ഐസ് ക്യൂബ് നിർമ്മാണ ലൈസൻസുകളുടെയും മറവിലാണ് നിർമ്മാണം. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കാര്യമായ പരിശോധന ഇല്ലാത്തതും ഈ വ്യാജന്മാർക്ക് തുണയാകുന്നു. ജനം എക്സ്ക്ലൂസീവ്. മഞ്ഞപ്പിത്തമടക്കം സംസ്ഥാനത്താകെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് അതീവ സുരക്ഷയോടെ ഉൽപ്പാദിപ്പിക്കേണ്ട കുടിവെള്ളം വ്യാജമായി നിർമ്മിക്കുന്നത്. കാര്യമായ പരിശോധന ഇല്ലാത്തതാണ് ഇവർക്ക് തുണയാകുന്നത്. സോഡ നിർമ്മാണ യൂണിറ്റുകളുടെയും ഐസ് ക്യൂബ് നിർമ്മാണ ലൈസൻസുകളുടെയും മറവിലാണ് വ്യാജ കുടിവെള്ള നിർമ്മാണവും വിതരണവും. നിരവധി നിബന്ധനകൾ പാലിച്ച സർക്കാർ ലൈസൻസുകളോടെയാണ് കുടിവെള്ളം നിർമ്മിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാതെ നിരവധി വ്യാജ കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ലയിലെ പലയിടത്തും പ്രവർത്തിക്കുന്നു. ഉൽപാദനം നടത്തുന്നതിനും വിപണനം ചെയ്യുന്നതിനും സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ 300 ml കുപ്പിവെള്ളം വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ യഥേഷ്ടം ലഭ്യമാണ്. വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് പിന്നിൽ വൻ മാഫിയകൾ കണ്ണികളായി പ്രവർത്തിക്കുന്നു. മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നതിനെ കുറിച്ച് ജനം TV നടത്തിയ അന്വേഷണമാണ് ഇത്തരം വ്യാജ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് എത്തിയത്. തിരൂർ താനൂർ മേഖലകളിലാണ് ഇത്തരം വ്യാജന്മാർ കൂടുതലായും വിലസുന്നത്. മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപിക്കുന്നു. അശുദ്ധമായ കുടിവെള്ളവും ഇതിന് പ്രധാന കാരണമാകുന്നു. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ വ്യാജ കുടിവെള്ള നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തിയത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.